തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ വർഗീയ പ്രചാരണത്തിനെതിരായ രാഷ്ട്രീയ വാക്പോരിന് വടകരയിൽ അവസാനമില്ല. LDFന്റെ നേതൃത്വത്തിൽ ഇന്ന് ജനകീയ പ്രതിരോധ സദസ്സ് വടകരയിൽ നടക്കും. UDFന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കുന്നു എന്ന പേരിൽ ജനാധിപത്യ ബഹുജന സദസ്സ് 11-ന് നടക്കും. ഈ വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ വാർത്താ സമ്മേളനവും ഇന്ന് നടക്കുന്നുണ്ട്. കാഫർ എന്ന് പറയുന്നത് ആരാ ഉദ്ദേശിക്കുന്നത്? ആ പ്രചരണം മുഴുവൻ UDF നടത്തിയതാണല്ലോ. എന്ന് പറഞ്ഞാൽ മുസ്ലിം ഏകീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അത് പരാജയപ്പെട്ടപ്പോൾ അവർ അശ്ലീല പ്രചാരവേല നടത്തി ഇങ്ങനെയെല്ലാം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന മുൻ ആരോഗ്യമന്ത്രിക്കെതിരായി നടത്തിയ പ്രചരണത്തെ അതിജീവിച്ചാണ് വടകര ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്നത്. കണ്ണൂർ ജില്ല ഉൾക്കൊള്ളുന്ന 3 പാർലമെൻറ്റ് മണ്ഡലവും കാസർഗോഡും കണ്ണൂരും വടകരയും ഇടതുപക്ഷം വിജയിക്കും. അതിലൊരു തർക്കവുമില്ല. ആ പരാജയ ഭീതിയിൽ നിന്നാണ് അപവാദ പ്രചരണങ്ങളും അശ്ലീല പ്രചരണങ്ങളും ഈ UDF ആരംഭിച്ചത്. അതും ആരാ? യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് അശ്ലീല പ്രചരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPIM-ന് ഒരു ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പൊതു മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തുന്നതിന് പകരം വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വിഭജന മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് CPIM പത്രപരസ്യങ്ങളും പ്രചരണങ്ങൾക്കും മുഴുവൻ നേതൃത്വം കൊടുത്തത്. CPM നിർമ്മിച്ച സൈബർ ബോംബും വർഗീയ ബോംബും അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചത്. സൈബർ ബോംബിന്റെ പ്രയോഗം നിർവഹിക്കാൻ അവർ തെരഞ്ഞെടുത്തത് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെയായിരുന്നു എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. മതപരമായിട്ടുള്ള വൈകാരികത ചൂഷണം ചെയ്യുന്ന പത്രപരസ്യം ഈ തെരഞ്ഞെടുപ്പിൽ CPIM ഉപയോഗിച്ചത് ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് പറയാൻ ഇല്ലാത്തതുകൊണ്ടും തെരഞ്ഞെടുപ്പിലെ വിഷയദാരിദ്ര്യം കൊണ്ടുമാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും CPM-ഉം വടകരയിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ട സമയം അതിക്രമിച്ചു. റിയാസ് KMR കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, വോട്ടെടുപ്പിനപ്പുറവും ആളിക്കത്തുകയാണ് ഈ വർഗീയ വിഷയങ്ങൾ. LDF-ഉം UDF-ഉം ഇത് ഏതറ്റം വരെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഫിജി, എന്തായാലും സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പിന്നീട് ഇല്ലാതാവുകയാണ് പതിവ്. എന്നാൽ വടകരയിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോഴും അതിൻ്റെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളുമായി CPIM ആയാലും കോൺഗ്രസ് ആയാലും UDF ആയാലും LDF ആയാലും മുന്നോട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വടകരയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. വടകരയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ പ്രചരണങ്ങൾ നടന്നിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഏത് കേന്ദ്രത്തിൽ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം, രാഷ്ട്രീയ വാക്പോര് നടക്കുന്നത്. UDF പറയുന്നു അത് LDF കേന്ദ്രത്തിൽ നിന്നാണ് വന്നത് എന്നത്, LDF പറയുന്നു അതിന് പിന്നിൽ UDF കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായും ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളുടെ മേലും പഴിചാരുന്നുണ്ട്. ഈ ഏറ്റവും ഒടുവിൽ ഇവിടെ വടകരയിൽ ഉയർന്നു വന്നത് തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ വന്ന ഒരു സ്ക്രീൻഷോട്ട്, വാട്സപ്പ് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് KK ശൈലജ കാഫറാണ്, ഷാഫി പറമ്പിൽ മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിമായ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണമെന്ന രീതിയിലാണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അന്ന് തന്നെ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്നും അത് വ്യാജ വാട്സപ്പ് സ്ക്രീൻഷോട്ടാണെന്നും ആ നിർമ്മിതിക്ക് പിന്നിൽ LDF ആണെന്നുള്ള ആരോപണവുമായി UDF-ഉം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അടക്കമുള്ളവരും രംഗത്ത് വന്നിരുന്നു. എന്നാൽ LDF ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഷാഫി പറമ്പിലിൻ്റെ അറിവോടുകൂടി UDF നേതൃത്വമാണ് എന്നുള്ളതാണ്. ഇത് പരസ്പരം ഒരു പഴിചാരലായി മാറുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ MV ജയരാജൻ UDF-നെതിരെ ആരോപണം ഉന്നയിക്കുന്നു, T സുദ്ദീഖ് LDF-നെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന സാഹചര്യം വരുന്നു. ഇന്നിപ്പോൾ വടകരയിൽ ഇതുമായി ബന്ധപ്പെട്ട LDF-ന്റെ ജനകീയ പ്രതിരോധ സദസ്സ് വൈകിട്ട് നടക്കുന്നു. 5 മണിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് UDF-ന്റെ 11-ന് വൈകിട്ട് 5-ന് UDF-ന്റെ ജനകീയ ജനാധിപത്യ സദസ്സ് വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കുന്നു എന്ന പേരിൽ നടക്കുന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായും ഇതിൽ ഈ സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അവസാനിക്കുന്നില്ല. ഇത് ഇനിയിപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ അവസാനിക്കുമോ എന്നുള്ളത്
കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്. അതേസമയം തന്നെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഇരുവിഭാഗവും പരാതി നൽകിയിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് ഫിജി.